നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി വർക്കല പാപനാശത്തേക്ക് പോവുകയാണ്. സ്വാന്തന സാജു ഉണ്ട് അവിടെ നിന്ന്. സ്വാന്തന, പിതൃതർപ്പണത്തിന് ഏറെ പേര് കേട്ട അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എത്തുന്ന വർക്കല പാപനാശത്തും വലിയ തിരക്ക് തന്നെയായിരിക്കും എന്ന് അറിയാം. എന്താണ്, എത്രത്തോളം പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്? ഒപ്പം കടൽ തീരമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് ഷിയാസ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല പാപനാശം കടപ്പുറത്തേക്ക് പോകുന്ന വഴിയിലാണ്. അഭൂതപൂർവമായൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ബലിതർപ്പണം നടത്തി പോകുന്ന ഒരു ഇടം തന്നെയാണ് ഈ വർക്കല പാപനാശം. എല്ലാ വർഷവും വലിയ തിരക്ക് അനുഭവപ്പെടാറുമുണ്ട്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. വലിയ തിരക്കാണ് രാവിലെ മുതൽക്ക് തന്നെ അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് ജനാർദ്ദന സ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടൽ തീരത്ത് ബലിതർപ്പണം നടത്തുന്നുണ്ട്. തൊട്ടടുത്ത വർക്കല ശിവഗിരിയിലുമൊക്കെ തന്നെയും ബലിതർപ്പണം നടത്തുന്നുണ്ട്. അങ്ങനെ വർക്കല ഭാഗത്ത് മാത്രമായിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ബലിതർപ്പണത്തിന്റെ ഭാഗമായി എത്തുന്നത്. അതിനുവേണ്ടി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പാപനാശം കടപ്പുറത്തേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കടലിലേക്ക് ഇറങ്ങിയാണ് പലപ്പോഴും ആളുകൾ മുങ്ങി കുളിച്ച് കയറി വരുന്നത്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും എല്ലാവരും പാലിക്കണം എന്നുള്ള കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക ലൈഫ് ഗാർഡുകളെയൊക്കെ തന്നെയും ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെയും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസും കൂടുതൽ പോലീസിനെ ഈ ഭാഗത്തൊക്കെ തന്നെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതാ പോലീസുകാരെ ഉൾപ്പെടെ കൂടുതൽ പേരെ ആളുകളുടെ സുരക്ഷയുടെ ഭാഗമായി തന്നെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ പരിസരത്തേക്ക് വരുന്നതിന് വേണ്ടി KSRTC പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ വന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട്. എന്തായാലും പിതൃതർപ്പണ പുണ്യം തേടി നിരവധി വിശ്വാസികളാണ് പല ഇടങ്ങളിലേക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്കല പാപനാശത്തു നിന്നുള്ള വിവരങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് MG പ്രദേശും ഒപ്പം ആലുവ മണപ്പുറത്ത് നിന്ന് നിതിൻ സേവ്യറുമാണ് വിവരങ്ങൾ നൽകിയത്. ഇവരിലേക്ക്